Mashallah. എന്താ കൊണ്ടിട്ടോ? Hello guys, welcome back to another video. So you guys have heard about the wild kunafa chocolate, and today I have also tried it, and today we are going to make it with some pistas and the chocolate milk. So now we're going to separate our pista into this one. ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുനാഫ ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇവിടെ ഇപ്പം ഞാൻ 200 ഗ്രാമിൻ്റെ ബെൽജിയം ചോക്ലേറ്റും ഒരു 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റുമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ക്വാളിറ്റി കൂടിയ ചോക്ലേറ്റ് വേണം കേട്ടോ ഈ കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഡബിൾ ബോയ് മെത്തേഡിൽ ഇത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അടിയിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക, അതിൽ വെള്ളം ഒഴിക്കുക. വെള്ളം തിളക്കുമ്പം വേറൊരു പാത്രത്തിലേക്ക് ചോക്ലേറ്റ് ഇട്ടിട്ട് അതിനെ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെൽട്ടാൻ വെച്ച ചോക്ലേറ്റിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പം വേണ്ടത് കുനാഫ ഡോന ഒന്ന് വറുത്തെടുക്കലാണ്. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായി വരുമ്പം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുനാഫ ഡോന ഒന്ന് വറുത്തെടുക്കുക. ഇവിടെ ഇപ്പം എൻ്റെ മോന് പിസ്തൻ്റെ ഷെല്ലെല്ലാം എനിക്ക് കളഞ്ഞിരുന്നുണ്ട്. അവനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസിനെല്ലാം അവൻ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓരോ ഐറ്റംസും അവനാന്ന് എന്നോട് പറയല്ലേ നമുക്ക് ഇതാക്കാന്നെല്ലാം. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനും ഇങ്ങനെ കിച്ചണിൽ വന്നിട്ട് നമ്മളെ കൂടെ തന്നെ നിൽക്കാനും. ഞാനും അത് വേണ്ട നീ പോയിക്കോന്നൊന്നും പറയില്ല. കിച്ചണിലേക്ക് വാന്ന് പറയും. ആ സമയത്തായിരിക്കും അവർ നമ്മളോട് കൂടുതൽ സംസാരിക്കലും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയലും. ബാക്കിയുള്ള സമയത്ത് അവർ തനിച്ചിരിക്കുന്ന സമയത്ത് അവർ ടി വി കാണും, ഫോണ് കാണും, അങ്ങനെ ലൈറ്റ് ബോറടിക്കും. ഇങ്ങനെ നമ്മൾ കിച്ചണിലേക്കെല്ലാം ഇങ്ങനെ കൂട്ടിയാൽ അവർക്ക് നമ്മളോട് സംസാരിക്കാനും നമ്മളായിട്ട് കുറേ ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഒരു അവസരമാണ്. അപ്പം ഇതുപോലെ ഇൻട്രസ്റ്റുള്ള കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ ഉമ്മമാർ എന്തായാലും അവരെ കിച്ചണിലേക്കെല്ലാം കൂട്ടാനും ഇതാക്കാനെല്ലാം ശ്രദ്ധിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പിസ്തൻ്റെ ഷെല്ലൊക്കെ കളഞ്ഞ് ഞാനതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഫൈനായിട്ട് ഒന്ന് അതിനെ അരച്ചെടുക്കാം. ഇത് പിസ്ത ഇങ്ങനെ അരച്ചെടുക്കാതെ തന്നെ പിസ്തൻ്റെ ബട്ടർ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കൊരു കുറച്ചൊരു ക്രഞ്ചിനെസ് ആയിട്ട് വേണമെന്നാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പിസ്ത ഒന്ന് ഷെല്ലെല്ലാം കളഞ്ഞിട്ട് ഒന്ന് അരച്ചെടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട്. ഇത് കൈവച്ചിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. മിക്സിയിൽ തന്നെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഭയങ്കര ടൈറ്റാണ് കേട്ടോ ഇത്. നമ്മൾ കണ്ടൻസ് മിൽക്കും കൂടി എടുക്കുമ്പോൾ അപ്പം നിങ്ങൾ കൈ വെച്ചിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ പിസ്തയും കണ്ടൻസ് മിൽക്ക് മിക്സ് ആക്കിയത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ട ഭയങ്കര ടൈറ്റാണ്. അപ്പം ഇതൊന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് ഇനിയും നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് അങ്ങനെ ഓവർ ലൂസാകുന്നില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കുനാഫയില്ല അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആകുന്നതാണ്. എന്നാൽ ഇത് കഴിക്കാൻ നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ ഇതാ വറുത്ത കുനാഫ നമുക്ക് പിസ്ത മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കുനാഫൻ്റെ ഒരു സൗണ്ട് ഉണ്ട്, നല്ല ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഭയങ്കര സൗണ്ടാട്ടോ. നമ്മൾ റീൽസിലെല്ലാം അവരിങ്ങനെ സൗണ്ടാക്കിയിട്ട് റീൽസ് എടുക്കുന്നില്ലേ, ആ സൗണ്ടാണ് ഈ വറുത്ത കുനാഫൻ്റെ സൗണ്ടാട്ടോ അത്.
ഇനിയിപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പൂൺ വെച്ചിട്ടല്ല, കൈ വെച്ചിട്ട് തന്നെ ആട്ടാ മിക്സ് ചെയ്യുന്നില്ലത്. സ്പൂൺ വെച്ചിട്ട് അങ്ങനെ നല്ലോണം മിക്സായി കിട്ടുന്നില്ല. അപ്പം ഞാനത് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം എല്ലായിടത്തും പിന്നെ പിസ്തയും മിൽക്ക് മെയ്ഡും മിക്സ് ആക്കിയതല്ലേ, അതൊരു ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽട്ടാക്കി എടുക്കുന്നുണ്ട്. ഒറിജിനൽ കുണാഫ ചോക്ലേറ്റിൻ്റെ പുറത്ത് ഒരു യെല്ലോ കളറും ഒരു ഗ്രീൻ കളറും ഒന്നിങ്ങനെ ഡ്രിസിൽ ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പിന്നെ ഇല്ല കളർ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പിന്നെ ഒന്ന് വൈറ്റ് തന്നെ, പിന്നെ എൻ്റെ കയ്യിലൊരു ബ്ലൂ കളറാണുള്ളത്, അതും കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒരു കാണാൻ രസത്തിന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റിലേക്ക് ആ കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വൈറ്റ് ചോക്ലേറ്റ് എല്ലാം മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് ആദ്യം ഞാൻ മോൾഡിലേക്ക് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈറ്റ് കളറും കിട്ടും. അതിന് ശേഷം ബ്ലൂ കളർ ആഡ് ചെയ്താൽ ബ്ലൂ കളറും കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ പുറത്തുനിന്ന് അതിൻ്റെ സെയിം കളർ വാങ്ങിക്കാൻ നിന്നിട്ടില്ല, ഇല്ല കളർ വെച്ചിട്ട് ഒപ്പിച്ചതാണ്. ആ ഒരു പിന്നെ സ്റ്റൈലൊന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ ഇത് ബ്ലൂ കളറും ഇതിലേക്ക് ആഡ് ആക്കിയിട്ട് അതും കൂടി നമ്മൾ പിന്നെ മോൾഡിലേക്ക് പരട്ടി കൊടുക്കണം. ആദ്യം വൈറ്റ് കളറൊന്ന് പരട്ടി കൊടുത്ത് അതിന് ശേഷം ഇതിലേക്ക് ബ്ലൂ കളർ ആഡ് ആക്കിയിട്ട് ബ്ലൂ കളറും ഒന്ന് പരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഇങ്ങനെ പരട്ടി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും. പിന്നെ ഒരു മോൾഡിലേക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് അതൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചു. നെക്സ്റ്റ് അതേപോലെ തന്നെ അടുത്ത പിന്നെ മോൾഡിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് അതും ഫ്രീസറിലേക്ക് വെച്ചിട്ടാണ് ഞാൻ സെറ്റാക്കി എടുക്കുന്നുള്ളത്. അങ്ങനെ ചെയ്താൽ നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു വിധത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് മോൾഡിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക. ചോക്ലേറ്റ് നല്ലോണം ടാപ്പ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ചോക്ലേറ്റ് എത്തിക്കണം കേട്ടോ. ഇതിപ്പം നമ്മൾ പിന്നെ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വാങ്ങിയ മോൾഡൊന്നും അല്ലല്ലോ, ഇവിടെ ഇല്ല മോൾഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. അതിൻ്റെ ചെറിയ ഫോൾട്ട് ഉണ്ട്, കാരണം ഇതിന് തീരെ കുഴിയില്ല. അപ്പോൾ ഇതിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് കുണാഫൻ്റെ ആ ലെയറും വെച്ച് അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് വെക്കാനുള്ള സ്പേസ് ഇതിൽ കാണുന്നില്ല. പക്ഷെ ഞാൻ ഇല്ലതുപോലെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കുണാഫ മിക്സിനെ ഞാൻ ഒരുപാട് ലൂസാക്കി എടുത്തിട്ടില്ല. ഇത് പിന്നെ ഞാൻ കഴിക്കുമ്പം അത്യാവശ്യം ഇതിൽ മധുരവും പിന്നെ ഇനി ലൂസാക്കിയാൽ അതിൻ്റെ ക്രിസ്പിനെസ് പോകുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് ലൂസാക്കിയിട്ടില്ല. പിന്നെ ഇത് ഞാൻ എന്താക്കി കൈ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ഒന്നിങ്ങനെ പരത്തി കൊടുത്തു. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ചോക്ലേറ്റും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ലാസ്റ്റ് ലെയർ ചോക്ലേറ്റും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. മോൾഡ് ചെറുതായതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്, കാരണം പിന്നെ നമ്മൾ ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ കുനാഫൻ്റെ ലെയർ പിന്നെയും ചോക്ലേറ്റൊക്കെ വരുമ്പം ഇതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഷേപ്പ് മാറിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ചോക്ലേറ്റ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് അടിപൊളി കുനാഫ ചോക്ലേറ്റ് റെഡിയായി. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഫ്രീസറിൽ സെറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു പരീക്ഷണം കൂടി ചെയ്തു, പിന്നെ ഒരു ഡെക്കറേഷനും കൂടി ചെയ്തു. നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ അതിനെ എത്രത്തോളം മൊഞ്ചാക്കാന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇനിയിപ്പം മക്കളെല്ലാം തിരക്കാക്കാൻ തുടങ്ങി ഇത് തുറക്കാൻ വേണ്ടിയിട്ട്, ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഡീമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഷേപ്പിങ്ങിൽ മാത്രമേ കുറച്ചൊരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളൂ. ടേസ്റ്റും അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എനിക്കറിയില്ല ഇതിൽ കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്തിട്ടാണോ പിന്നെ കുനാഫ ഡോ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പം പിന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട്
തന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും, ബൈ. മാഷാഅല്ലാ. എന്താ വേണ്ടിട്ടോ? അതാണ് എന്റെ വേണ്ട. നോക്കിയാ നീ തന്നെ ആക്കിട്ട് തിന്നതാ? ബെൽജിയൻ ചോക്ലേറ്റ് ആദ്യം കാണിക്കാത്തുന്നുണ്ട്, ആസ്വദിച്ച്. അമ്മമാരിപ്പോ വരും. ഇന്നലെ ടേസ്റ്റ് ചെയ്തതാണ്. അടിപൊളിയാക്കി, അടിപൊളിയാക്കി, അടിപൊളിയാണ്. അടിപൊളിയാക്കി. അടിപൊളിയാണ്.